ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, ഇപ്പം ദേശീയ വ്യാപകമായി വലിയൊരു പ്രതിഷേധമുണ്ടാകുന്നു. അതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. ഇന്ന് രാവിലെ സുപ്രീം കോടതി വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെ എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള തൽസ്ഥിതി അറിയിക്കാൻ വേണ്ടി 18 വയസ്സിന് താഴെയുള്ള ആളുകളെ തത്സമയം വിട്ടയക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമിതാധികാര പ്രയോഗമാണ് എന്ന് കോടതി വിലയിരുത്തുന്നു. എണ്ണി പറയുന്നു ഇവിടെ നടന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച്. മാത്രമല്ല, സ്വതന്ത്ര അന്വേഷണം വേണമെന്ന നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു. അതായത് സുപ്രീം കോടതി വരെ വളരെ നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുന്ന, പോലീസിനെതിരെ കർശനമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു കേസിലാണ് പാർലമെന്റിൽ ഈ സമയം. ഇപ്പോൾ നോക്കൂ, ഈ നമ്മുടെ പരീക്ഷാ പരിഷ്കരണ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അതിനു മുൻപ് എത്രയോ ദിവസങ്ങൾ, എത്രയോ മണിക്കൂറുകൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഒരു വരി ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കേന്ദ്രം. മധു, അങ്ങനെ അവസാനം ഇന്ത്യയുടെ പരമോന്നത കോടതിക്ക് ചെവി ഉണ്ടായിരിക്കുന്നു, കണ്ണുണ്ടായിരിക്കുന്നു. കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും തയ്യാറായിരിക്കുന്നു. ഇതൊന്നും തങ്ങളുടെ പരിഗണനാ വിഷയമല്ല. ദൃശ്യങ്ങൾ, ഈ അക്രമം നടത്തുന്ന ദൃശ്യങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല, ഇതൊന്നും കാണാൻ സമയം കളയാൻ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ അതേ ന്യായാധിപനാണ്, അല്ലെങ്കിൽ ബെഞ്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഓരോരോ അക്രമ സംഭവങ്ങളും പ്രത്യേകമായി അന്വേഷിക്കണം. അതിന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയാണ്. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇവിടെ നടന്ന CJP പ്രക്ഷോഭത്തിന് നേരെ നടന്ന അടിച്ചമർത്തലുകൾ, അല്ലെങ്കിൽ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിയമവാഴ്ച ഉറപ്പാക്കാൻ കോടതി ആത്മാർത്ഥമായി ഒരു ശ്രമം നടത്തുന്നു എന്ന് തോന്നാം. അത് ശരിയുമാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പ്രതിഷേധ ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ സോഷ്യൽ കൂട്ടായ്മ, സാമൂഹിക കൂട്ടായ്മ രംഗത്ത് വന്നത് തന്നെ ഒരു വിശാല അർത്ഥത്തിൽ സിസ്റ്റത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാളിച്ച, അത് എക്സിക്യൂട്ടീവ് തലത്തിലും ലെജിസ്ലേറ്റീവ് തലത്തിലും ജുഡീഷ്യൽ തലത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോരായ്മകളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനും അങ്ങനെ ഒരു ഭയരഹിതമായ ഒരു തലമുറയെ കൊണ്ടുവരിക, ആ ഒരു ശബ്ദം കേൾപ്പിക്കുക, രാജ്യത്തെ ഒരു ഭയരഹിത തലമുറയുടെ, അതായത് ജൻസി തലമുറയുടെ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുക. അതിൽ CJP വിജയിച്ചു. അതിൽ യാതൊരു സംശയവുമില്ല. വിമർശിക്കുന്നവർ പോലും പറയില്ല CJPയുടെ വിജയമാണ് ഇതെന്ന് പറയില്ല, വിജയമല്ല എന്ന് ഒരിക്കലും പറയില്ല. അപ്പം ഇവിടെ ഉയരുന്നത് ഒരു ചിത്രമുണ്ട്, ഒരു ലാർജർ പിക്ചറുണ്ട്. അത് കാണാതെ പോകരുത് ശ്രീമതി മാധു. അതായത് ഒരു പുതിയ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ഇന്ത്യയിൽ. ഒരു രാഷ്ട്രീയ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. പൊതുവേ നമ്മൾ പറയും അരാഷ്ട്രീയ കൂട്ടായ്മയാണ് CJP, അല്ലെങ്കിൽ അരാഷ്ട്രീയ കൂട്ടായ്മയാണ് ഈ പാറ്റാക്കൂട്ടം. അല്ല, വ്യക്തമായ രാഷ്ട്രീയം അവർക്കുണ്ട്. അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു സ്ഫുലിംഗം അവിടെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, ഒരു ജാതിയുമില്ല, ഒരു മതവുമില്ല. ജാതിക്കും മതത്തിനും വംശത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും അതീതമായി ഉയരുന്ന ഒരു നവദേശീയതയുണ്ട്, ഒരു പുതിയ ദേശീയതയുണ്ട്. അത് BJP കാണുന്ന തരത്തിലുള്ള ദേശീയതയല്ല, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ദേശീയതയല്ല. യുവജനങ്ങൾ കാണുന്ന ഒരു യഥാർത്ഥ ഇന്ത്യയുണ്ട്. ആ ശബ്ദമാണ്. ആ ശബ്ദത്തെ അടിച്ചമർത്താൻ സർക്കാർ ഉപയോഗിച്ച മാർഗങ്ങൾ അത് സ്വാഭാവികമാണ്. ഒരു ഐഡിയോളജിക്കൽ ടേൺ അതിനുണ്ടായിരിക്കുന്നു. അതിനൊരു ലീഡർഷിപ്പില്ല, കൃത്യമായ ലീഡർഷിപ്പില്ല, ചിതറിനിൽക്കുന്ന ലീഡർഷിപ്പാണ്, സംഘടനാ സംവിധാനമില്ല. പക്ഷേ അതിൽ ഇടത് കക്ഷികൾ പങ്കാളികളാണ്. അതിൽ ഐസ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ, JNUവിലൊക്കെ വളരെ സജീവമായ, CPI-MLന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഐസ വളരെ സജീവമാണ്. ഐസയുടെ പ്രവർത്തകൻ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐഷി ഘോഷ് ഇപ്പോൾ SFIയുടെ നേതാവാണ്. അപ്പോൾ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ചിത്രമുണ്ട്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഇടത് കക്ഷികൾ സജീവമായിരുന്നു. AISF, CPIയുടെ വിദ്യാർത്ഥി സംഘടന സജീവമായിരുന്നു. SFI, CPMന്റെ വിദ്യാർത്ഥി സംഘടന സജീവമായിരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ സമരം കൈവിട്ടു പോകാതിരുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. ഞാനും അതിനോട് കുറേയൊക്കെ യോജിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു വെറും അനോമിക് ഫിനോമിനൻ ആഴ്ചകളോടെ 36 ദിവസം അക്രമത്തിലേക്ക് തിരിയാതെ, അല്ലെ സാമാന്യം ചിട്ടയായി കാര്യമായ പേരുദോഷം ഉണ്ടാക്കാതെ തന്നെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ മൽപ്പിടുത്തങ്ങളോ ചെറിയ അസഭ്യവർഷങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇത്രയും ആളുകൾ കൂടുമ്പോൾ, 10,000-കണക്കിന് പേര് തടിച്ചു കൂടുമ്പോൾ, ഒരു ചെറിയ സ്ഥലത്ത് തടിച്ചു കൂടുമ്പോൾ അനിവാര്യമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഉപരിയായി കൈവിട്ടു പോയ ഒരു പ്രക്ഷോഭമല്ലായിരുന്നു അത്. അതിനെ നേരിട്ട രീതി
സുപ്രീം കോടതി കണ്ടിരിക്കുന്നു. രാജ്യം ക്യാമറ കണ്ണുകളിലൂടെ കണ്ടത് മാധ്യമങ്ങൾ രാജ്യത്തിന് മുമ്പേ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വെളിയിൽ വന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കണമെന്നും അത് ജീവിക്കുന്ന ചിത്രങ്ങളാണെന്നും ആ ചിത്രങ്ങൾ നൽകുന്ന സന്ദേശം വളരെ നെഗറ്റീവാണ്. നിയമവാഴ്ചക്ക് ചേരുന്ന സന്ദേശമല്ല. അമിത അധികാര പ്രയോഗം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കേന്ദ്രം മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചില ഉറപ്പുകൾ പാലിക്കപ്പെടേണ്ടതല്ലേ മാധു? ഇവിടെ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒക്കെ ഇവിടെ നേതൃത്വമാണ്. കേന്ദ്രമേലെ മന്ത്രിമാരാണ് ഉറപ്പ് രാജ്യോടനുബന്ധിച്ചായിരുന്നു. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം നടക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിന് എത്ര കാലയളവെടുക്കും? പിന്നീട് കോടതി തന്നെ അതിൽ കേസെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചാൽ അതെത്ര കാലമെടുക്കും? പിന്നീട് അന്വേഷണം പുറത്തേക്ക് വരാനോ അന്വേഷണം പൂർണ്ണമാകാനോ അതിൽ വിചാരണ നടക്കാനോ എത്ര കാലമെടുക്കും? പക്ഷേ അതിനകത്ത് ജനാധിപത്യ സമൂഹത്തിന് മറുപടി വേണ്ടത് പലപ്പോഴും അവരെ ഭരിക്കുന്നവരിൽ നിന്നാണ്. അത് കിട്ടാനുള്ള യാതൊരു മാർഗവും ഈ രാജ്യത്ത് അവശേഷിക്കുന്നില്ലല്ലോ. അതാണ് ഹിയറിംഗ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത് എന്നാണല്ലോ പറയുന്നത്. ഇവിടെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡൽഹിയുടെ ഒരു ക്രമസമാധാന ചുമതല കൂടി മേൽനോട്ടം വഹിക്കുന്ന ശ്രീ അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനുള്ളിൽ പ്രസ്താവന ഉണ്ടാവേണ്ടതാണ്. അതുണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ 6 ദിവസം പാർലമെന്റ് സ്തംഭിച്ചതും ഇതേ ചൊല്ലിയാണ്. ഒരു പ്രസ്താവന അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നത് ന്യായമായ ആവശ്യമാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ന്യായമായ ആവശ്യമാണ്. അതിന് വഴങ്ങിയിട്ടില്ല. പക്ഷേ സുബോധർക്കമായ കാര്യമാണ്, ബില്ലിന്മേൽ ചർച്ച നടക്കുന്നു. 10 മണിക്കൂർ ചർച്ച, 6 മണിക്കൂറാണ് അത്. ഇന്ന് രാത്രി 10 മണി വരെ ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു അന്തരീക്ഷം വൈകിയെങ്കിലും സംജാതമായി ഓവർ ആർച്ചിങ് ഒരു ബില്ലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ബില്ല് എന്ന് പറഞ്ഞ സാങ്കേതികം മാത്രമാണ്. ഇതിന്റെ നടത്തിപ്പ് മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ 2024 ബില്ലിലുള്ള അമെന്റ്മെന്റ് ആണ്. 2024 ബില്ലില്ലാത്തത് കൊണ്ടല്ല, നിയമമില്ലാത്തത് കൊണ്ടല്ല, നടത്തിപ്പിൽ വരുന്ന പാളിച്ചകൾ, അതിൽ വരുന്ന കാലതാമസം, നടപടികൾ എടുക്കുന്നതിൽ വരുന്ന കാലതാമസം, അതിലുണ്ടാകുന്ന രാഷ്ട്രീയ ചില പകപോക്കലുകൾ. അതുകൊണ്ടാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ എടുത്ത തീരുമാനം. വെൻ ഗവൺമെന്റ് ഫെയിൽസ് എന്നാണ്. അതായത് ഈ ഓരോ നിയമം ഉണ്ടാക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുന്ന സമയത്ത് ഓരോ നിയമം ഉണ്ടാക്കുന്നതിൽ ഗവൺമെന്റ് മാസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൽ ഈ പരീക്ഷകളുടെ പേര് മാറുന്നുണ്ട്, പ്രതികളുടെ പേര് മാറുന്നുണ്ട്, മറ്റു പലതും മാറുന്നുണ്ട്. പക്ഷേ നിയമം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. സർക്കാർ അവിടെ തുടരുന്നുണ്ട്, ക്രൈമുകളും അവിടെ തുടരുന്നുണ്ട് എന്ന് ഇന്ന് ലോക്സഭയിൽ ഡിബേറ്റ് വിത്ത് മാധു സജി.